പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇന്നു മുതൽ കുറച്ച് ചെറിയ ചെറിയ സെന്റൻസുകൾ സംസാരിച്ചും കൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന ഒരു സെന്റൻസ് ആണ് എന്ത്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ്, ഇതിനെ കുറിച്ചാണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും. അപ്പം നമ്മൾ എല്ലാ ദിവസവും ഒരു ചെറിയ കാര്യം ഇംഗ്ലീഷിൽ പറയാനും പഠിക്കും, ബാക്കി കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾക്ക് പറയണം, കുട്ടികളോട് പറയാണ്, ക്ലാസ്സിലെ എൻ്റെ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സ്ലീപ്പ് എന്ന വാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സിമ്പിൾ വേർഡ്സ് ഒക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ് എന്ന്. അതൊക്കെ നമ്മൾക്ക് ഇംഗ്ലീഷിൽ പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം? ഹേ ഫ്രണ്ട്സ്, ടുഡേ I am going to teach you 10 simple words related to sleep. സ്ലീപ്പ് എന്ന വാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള 10 സിമ്പിൾ വേർഡ്സ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുവാണ്. എങ്ങനെ നമ്മൾ പറഞ്ഞത്? പോകുവാണ് ഞാൻ. I am, അങ്ങനെ നമ്മൾ I am എന്ന് പറയണ്ടേ എങ്ങനെ പറയും? I am going to teach you 10 സിമ്പിൾ വേർഡ്സ്. എൻ്റെ ഒപ്പം പറയൂ, റിലേറ്റഡ് ടു സ്ലീപ്പ്. ഒന്നുകൂടി പറയൂ. പറഞ്ഞ് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ കുറേ ടെൻസസ് ഇങ്ങനെ കാണാതെ പഠിച്ചാൽ ആവില്ല, ഇങ്ങനെ പറഞ്ഞ് തന്നെ പഠിക്കണം. അപ്പൊ പറയൂ, ടുഡേ I am going to teach you 10 simple words related to sleep. അപ്പോൾ ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ കോൺവെർസേഷനിലൊക്കെ ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയാണ്? അപ്പൊ നിങ്ങളൊന്ന് സെന്റൻസ് സ്ട്രക്ചർ ആക്കി നോക്കിക്കേ. യു ക്യാൻ യൂസ് ദീസ് ഇൻ യുവർ ഡെയിലി കോൺവെർസേഷൻ. ഇതെല്ലാം യു ക്യാൻ യൂസ്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. യു ക്യാൻ യൂസ് ദീസ് ഇൻ യുവർ ഡെയിലി കോൺവെർസേഷൻ. അപ്പോൾ 2 സെന്റൻസ് നമ്മൾ പറയാൻ പഠിച്ചു. ടുഡേ I am going to teach you 10 simple words related to sleep. You can use these in your daily conversation. ഓക്കെ, പഠിച്ചല്ലോ. ഇതേപോലെ പറഞ്ഞ് പഠിക്കണം കേട്ടോ. നമ്പർ 1, നാപ്പ്. നാപ്പ് മീൻസ് എന്താണ്? നാപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഉറക്കം അല്ലെ, ഷോർട്ട് സ്ലീപ്പ് എന്ന് പറയും. ഷോർട്ട് സ്ലീപ്പ്. നാപ്പ് മീൻസ് എ ഷോർട്ട് സ്ലീപ്പ്. അപ്പൊ നാപ്പ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഐ ടേക്ക് എ നാപ്പ് ആഫ്റ്റർ ലഞ്ച്. ലഞ്ചിന് ശേഷം ഞാനൊന്ന് ഉറങ്ങാറുണ്ട് എന്ന് കരുതി നമ്മൾ ലഞ്ചിന് ശേഷമുള്ള ആ ഉറക്കം ഭയങ്കര ഉറക്കമൊന്നുമല്ല അല്ലെ. അപ്പൊ അതെന്താണ്? ടേക്ക് എ നാപ്പ്, ഒരു ഉച്ചമയക്കം. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഐ ടേക്ക് എ നാപ്പ് ആഫ്റ്റർ ലഞ്ച്. ഐ ടേക്ക് എ സ്ലീപ്പ്, അത് ശരിക്കും അങ്ങനെ ഉപയോഗിക്കും. സ്ലീപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഉറങ്ങുവാണ്. നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാറില്ല അല്ലെ. ഐ ടേക്ക് എ നാപ്പ് ആഫ്റ്റർ ലഞ്ച്. അങ്ങനെ ഉറങ്ങുന്നവരും കാണുമായിരിക്കും അല്ലേ. ഇപ്പൊ ഒക്കെ തണുപ്പായതുകൊണ്ട് പോച്ചുംപൂടി കിടന്ന് ഉറങ്ങുക, അങ്ങനെ ഉറങ്ങില്ല. വെറുതെ ഒരു ടേക്ക് എ നാപ്പ്. ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഉറക്കം തന്നെ ഒരു നല്ല ശീലമല്ലെന്നാണ് പറയണത്. ഞാൻ ഉറങ്ങാറില്ല കേട്ടോ ഉച്ചയ്ക്ക്. ഇനി നമ്പർ 2, രണ്ടാമത്തെ വാക്ക് സ്ലീപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. ഡ്രീം. ഡ്രീം എന്താണ്? സ്വപ്നം. സ്ലീപ്പുമായി റിലേറ്റഡ്. ഡ്രീം, സ്വപ്നം. അപ്പൊ ഒരു സെന്റൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഐ ഹാഡ് എ സ്ട്രേഞ്ച് ഡ്രീം ലാസ്റ്റ് നൈറ്റ്. ഐ ഹാഡ് എ സ്ട്രേഞ്ച് ഡ്രീം ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റിൽ ഞാൻ ഒരു സ്ട്രേഞ്ച് ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താ, അത്ര സാധാരണമല്ലാത്ത ഒരു സ്വപ്നം ഞാൻ കണ്ടു. അപരിചിതമായിട്ടുള്ള ഒരു സ്വപ്നം ഞാൻ കണ്ടു. കാരണം നമ്മുടെ ലൈഫൊന്നുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരു സ്വപ്നം ഞാൻ കണ്ടു. ഐ ഹാഡ് എ സ്ട്രേഞ്ച് ഡ്രീം ലാസ്റ്റ് നൈറ്റ്. അപ്പൊ ഡ്രീം എന്ന് പറഞ്ഞാൽ സ്വപ്നം, നാപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉറക്കം. അപ്പോൾ എന്താണ്? വാട്ട് ഈസ് ബെഡ് ടൈം? ബെഡ് ടൈം മീൻസ് ഉറങ്ങാനുള്ള ആ സമയം. മൈ ചിൽഡ്രൻസ് ബെഡ് ടൈം ഈസ് at 9 o'clock. My
ചിൽഡ്രൻസ് ബെഡ് ടൈം ഈസ് അറ്റ് 9 o'clock. കൃത്യം 9 മണിക്ക് കുട്ടികൾ ഉറങ്ങാനുള്ള സമയമാണ് ബെഡ് ടൈം. അത് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ബെഡ് ടൈം എന്ന് പറഞ്ഞാൽ ഉറങ്ങാനുള്ള സമയം അറ്റ് 9 o'clock ആണ്. ഇനി നിങ്ങൾ നോക്കൂ, മൈ ചിൽഡ്രൻസ് എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പൊ അതെന്താണ്? അപ്പസ്ട്രോഫി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുട്ടികളുടെ എന്നാണ് അർത്ഥം. കുട്ടികളുടെ. അപ്പോ അല്ലാണ്ട് കുട്ടികൾ എന്നല്ല അവിടെ അർത്ഥം. കുട്ടികളുടെ, എൻ്റെ കുട്ടികളുടെ ഉറങ്ങാനുള്ള സമയം ബെഡ് ടൈം ഈസ് അറ്റ് 9 o'clock. അപ്പൊ ബെഡ് ടൈം ക്ലിയർ ആയല്ലോ, നാപ്പ് ക്ലിയർ ആയി, ഡ്രീം, ബെഡ് ടൈം, ദെൻ ഡോസ്, കുറച്ചു നേരം ഉറങ്ങുക. ഡോസ് നമ്മൾ അധികം പരിചയമില്ലാത്ത, അധികം ഫെമിലിയർ അല്ലാത്തൊരു വാക്കാണ് ഡോസ്. ഡോസ് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം ഉറങ്ങുന്നതിനെയാണ് നമ്മൾ ഡോസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു സ്ലീപ്പുമായിട്ട് ഇങ്ങനെ വട്ടം കറങ്ങി കിടക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം, അല്ലെ? ഡോസ്, കുറച്ച് സമയം ഉറങ്ങുക. ഷീ started to doze while watching TV. വാച്ചിങ് ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവൾ കുറച്ചു നേരം ഉറങ്ങാൻ തുടങ്ങി. ഷീ started to doze while watching TV. അതായത് ഡോസ് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് മയങ്ങുക, അങ്ങനെ വേണമെങ്കിൽ ആ അർത്ഥത്തിനെ നമുക്ക് മനസ്സിലാക്കാം. വൈൽ വാച്ചിങ് ടി വി കണ്ടുകൊണ്ടിരുന്ന ആ സമയത്ത് സ്റ്റാർട്ടിങ് ടു ഡോസ്, കുറച്ച് സമയം, അതായത് ഒന്ന് മയങ്ങാൻ തുടങ്ങി. നമ്മൾ കഥയൊക്കെ കേട്ടിങ്ങനെ മയങ്ങിപ്പോയില്ലേ, അങ്ങനെ മയങ്ങാൻ തുടങ്ങി. നെക്സ്റ്റ് വാക്കാണ് സ്ലംബർ. സ്ലംബർ എന്താണ്? വളരെ ആഴത്തിലുള്ള ഉറക്കം. ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഒന്നും അറിയാറില്ല. നേരം വെളുത്ത് എല്ലാവരും പറയുമ്പോഴാണ് എന്തെങ്കിലും കാറ്റായിരുന്നെന്നോ മഴയായിരുന്നെന്നോ ഒക്കെ ഞാൻ അറിയുന്നത്. ഞാൻ നല്ല ഡീപ്പിൽ ഉറങ്ങുന്ന ആളാണ്. സ്ലംബർ, നന്നായിട്ട് ഉറങ്ങുക, നല്ല ഡീപ്പായിട്ട് ഉറങ്ങുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ സ്ലംബർ എന്ന് പറയുന്നത്. ഷീ വാസ് ഇൻ എ ഡീപ് സ്ലംബർ. വളരെ ആഴത്തിലുള്ള ഉറക്കത്തിലായിരുന്നു അവൾ. ഷീ വാസ് ഈസ് ഇൻ ഡീപ് സ്ലംബർ. വളരെ ആഴത്തിലുള്ള ഉറക്കത്തിലായിരുന്നു അവൾ. ഷീ വാസ് ഈസ് ഇൻ ഡീപ് സ്ലംബർ. അപ്പൊ സ്ലംബർ എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ള ഉറക്കത്തിനാണ്, നല്ല ഡീപ്പായിട്ട് ഉറങ്ങുന്നതിനെയാണ് സ്ലംബർ എന്ന് പറയുന്നത്. ഇനി റെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? വിശ്രമം. ഇതൊക്കെ അല്ലേ നമുക്ക് ഉറക്കത്തിന്റെ ഒരു ഇതാണല്ലേ റെസ്റ്റ് എന്ന് പറയുന്നത്, വിശ്രമം. യു നീഡ് സം റെസ്റ്റ് ആഫ്റ്റർ വർക്ക്. ജോലിക്ക് ശേഷം നിനക്ക് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്. യു നീഡ് സം റെസ്റ്റ് ആഫ്റ്റർ വർക്ക്. നെക്സ്റ്റ്, അത് നമുക്ക് ഫെമിലിയർ ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ അത്ര പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ടയേർഡിന് ക്ഷീണം എന്ന് മാത്രമാണ് നമ്മൾ അർത്ഥം. അതല്ല, നമുക്കിങ്ങനെ ക്ഷീണം കൊണ്ട് ഇങ്ങനെ ഉറക്കം വരില്ലേ, അതെന്താണ്? നമുക്ക് ആ ഒരു വായിക്കോട്ട എന്ന് പറയണത് നമുക്ക് എന്താ, മടുത്ത് ക്ഷീണം വന്നിട്ട് ഉറക്കം വരുന്നൊരു വായിക്കോട്ടയാണ് അല്ലെ. അപ്പോ അത് ആ ഒരവസ്ഥയ്ക്കും നമുക്ക് ടയേർഡ് എന്ന് പറയാൻ കഴിയും. ടയേർഡ് ഉപയോഗിച്ചൊരു സെന്റൻസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ കൊടുത്തോളൂ കേട്ടോ. വൊക്കാബുലറി എന്ന് പറയുന്നത് അതേപോലെ തന്നെ വേക്കപ്പ് എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. ഇതും സെന്റൻസ് കറക്റ്റ് ചെയ്ത് സെന്റൻസ് എഴുതി കമന്റ് ബോക്സിൽ കൊടുത്തോളൂ കേട്ടോ. വേക്ക്. സ്നോർ എന്താണ്? കൂർക്കം വലി. മൈ ബ്രദർ സ്നോർസ് അറ്റ് നൈറ്റ്. രാത്രിയിൽ എൻ്റെ ബ്രദറ് കൂർക്കം വലിക്കാറുണ്ട് എന്ന് സെന്റൻസ് പറയണമെന്ന് നിങ്ങൾ നോക്കൂ. മൈ ബ്രദർ സ്നോർ അറ്റ് നൈറ്റ്. എൻ്റെ സെന്റൻസ് ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യൂ. മൈ ബ്രദർ സ്നോർ അറ്റ് നൈറ്റ്. ഇത് ശരിയാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? കൈവക്കൂ. കൈപൊക്കിയവരെല്ലാം എന്താണ്? തെറ്റിപ്പോയി. കാര്യം എന്താണ്? മൈ ബ്രദർ സ്നോർസ്, യെസ് വേണം, അറ്റ് നൈറ്റ്. അപ്പോ ഇതൊക്കെയാണ് സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സെന്റൻസ് അല്ല കേട്ടോ, വാക്കുകൾ. നമ്മൾ പഠിച്ചത് എന്താണ്? 10 words related to sleep. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നാപ്പുണ്ട്, പിന്നെന്താണ്, സ്നോർ ഉണ്ട്. സ്നാപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉറക്ക. സ്നോർ മീൻസ് കൂർക്കം വലി. ബെഡ് ടൈം ഉറങ്ങാനുള്ള സമയം. പിന്നെ നമ്മൾ പഠിച്ചതാണ് ടയേർഡ്, ക്ഷീണം. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? നിങ്ങൾ പറയൂ. ടയേർഡ്, ക്ഷീണം, ബെഡ് ടൈം ഉറങ്ങാനുള്ള സമയം, പിന്നെ നാപ്പ് ഉച്ചയുറക്കം. ക്യാറ്റ് നാപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്യാറ്റ് നാപ്പ് എന്ന് പറയുന്നത് പൂച്ചയുറക്കം. വേക്ക്
എഴുന്നേൽക്കുക. എഴുന്നേൽക്കുന്നതിനെയാണ് നമ്മൾ വേക്ക് എന്ന് പറയുന്നത്. സ്ലംബർ, ആഴത്തിലൊക്കെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഉറക്ക. ഡോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മയങ്ങി പോവുക. പിന്നെ നൈറ്റ്, നമ്മൾ നൈറ്റ് പറഞ്ഞില്ല, രാത്രി, അതും നമ്മുടെ സ്ലീപ്പുമായി ബന്ധപ്പെട്ട വാക്കുകളല്ലേ. അപ്പൊ ഇനി നിങ്ങൾ സ്ലീപ്പ് എന്ന് എപ്പോഴും പറയാതെ ഈ വൊക്കാബുലറി, ഈ സെന്റൻസ് യു ക്യാൻ യൂസ് ദീസ് ഇൻ യുവർ ഡെയിലി കോൺവെർസേഷനിൽ കണ്ടോ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും. യു ക്യാൻ യൂസ് ദീസ് ഇൻ യുവർ ഡെയിലി കോൺവെർസേഷൻ. ക്ലിയർ? അപ്പൊ ഇനി ഈ സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇഡിയംസ്, ഒരു 3-4 ഇഡിയംസും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒന്ന്, നമ്പർ 1, ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. മിഡ് നൈറ്റ് ഓയിൽ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. അപ്പൊ നമ്മൾ ആ വാക്കിന്റെ അർത്ഥം നോക്കുമ്പോൾ എന്താ? രാത്രിയിൽ എണ്ണ ബേൺ കത്തിക്കരിഞ്ഞിങ്ങനെ തീർന്നുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്ന ഇഡിയം എങ്ങനെയാണ് നമ്മൾ സ്ലീപ്പുമായി ബന്ധപ്പെടുത്തിയെടുക്കുക എന്ന് നമുക്ക് നോക്കാം. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ, പറയൂ. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ പഠിച്ചില്ലേ? രാത്രി, കുറേ നേരം രാത്രിയായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നതിനെയോ പഠിക്കുന്നതിനെയോ ആണ് നമ്മൾ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത്. രാത്രി കുറേ വൈകിയും ജോലി ചെയ്യുകയോ അതല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്യുന്നതിനെയാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ IT മേഖലയിലുള്ളവരൊക്കെയാണ് എങ്കിൽ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ ആണ് അല്ലെ. അവരവരുടെ പ്രൊജക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി രാത്രി വൈകിയും ഇരിക്കും. ഷീ ബേൺഡ് ദ മിഡ് നൈറ്റ് ഓയിൽ ടു ഫിനിഷ് ഹർ പ്രൊജക്റ്റ്. അവളുടെ പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവള് രാത്രി വൈകിയും ഇരുന്നു. ഷീ ബേൺഡ് ദ മിഡ് നൈറ്റ് ഓയിൽ ടു ഫിനിഷ് ഹർ പ്രൊജക്റ്റ്. അവളുടെ പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ രാത്രി വൈകിയും ഇരുന്നു, രാത്രി വൈകിയും ജോലി ചെയ്തു, രാത്രി വൈകിയും പഠിച്ചു. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ഇനി ഞാൻ ഒരിക്കൽ നിങ്ങളോട് ഷോർട്ടിലാണ് പറഞ്ഞിട്ടുള്ളതാണ് ഹിറ്റ് ദ സാക്ക്. അതിലൊരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എന്താണ് ചാക്കിനിട്ട് ഇടിക്കുക അങ്ങനെയാണല്ലോ കണ്ടേ എന്ന്. ഇപ്പൊ ഞാൻ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ പറഞ്ഞ പോലെയാണ് അത്. ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോകുവാണ്, ഉറങ്ങാൻ സമയമായി എന്നാണ് അർത്ഥം. ഹിറ്റ് ദ സാക്ക്. ഐ ആം റിയലി ടയേർഡ്. ശരിക്കും മടുത്തു. ഐ ആം റിയലി ടയേർഡ്. ഐ ആം ഗോയിങ് ടു ഹിറ്റ് ദ സാക്ക്. ഞാൻ ഉറങ്ങാൻ പോകുവാണ്. ഐ ആം, എൻ്റെ ഒപ്പം പറയൂ, ഐ ആം റിയലി ടയേർഡ്. ഐ ആം ഗോയിങ് ടു ഹിറ്റ് ദ സാക്ക്. ഇനി നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഇതിൻ്റെ ഇടയിൽ നമ്മൾ സോ ചേർത്തില്ലല്ലോ എന്ന്. സോ ചേർക്കുന്നില്ല, ഞാനിപ്പോൾ അതുകൊണ്ടൊന്നും പറയുന്നില്ല. ഞാൻ വല്ലാതെ മടുത്തു, ഞാൻ ഉറങ്ങാൻ പോവാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതാണ് വ്യത്യാസം കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കരുത് ഇംഗ്ലീഷിൽ, അവിടെയാണ് വ്യത്യാസം പറ്റുന്നത്. ഐ ആം റിയലി ടയേർഡ്, സോ ഐ ആം ഗോയിങ് ടു ഹിറ്റ് ദ സാക്ക്. ഉറങ്ങാൻ പോവാൻ. ഇനി സോ ഇല്ല, ഐ ആം ഗോയിങ് ടു ഹിറ്റ് ദ സാക്ക്. ഞാൻ ഉറങ്ങാൻ പോവാണ്. സ്ലീപ്പ് ലൈക്ക് എ ലോഗ്. സ്ലീപ്പ് ലൈക്ക് എ ലോഗ്. സ്ലീപ്പ് ലൈക്ക് എ ലോഗ് എന്ന് പറഞ്ഞാൽ ആ സ്ലംബർ പോലെയാണ്, വളരെ ആഴത്തിൽ ഉറങ്ങുക. നമ്മൾ മടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒന്നും അറിയാതെ കിടന്നു പോകും. അതിനെയാണ് നമ്മൾ സ്ലീപ്പ് ലൈക്ക് എ ലോഗ് എന്ന് പറയണം. യെസ്റ്റർഡേ എനിക്ക് വീട്ടിൽ കുറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കിച്ചണിലൊക്കെ പണിയെടുത്ത് ശരിക്കും ഞാൻ റിയലി ടയർഡായി. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറേ നേരം ആഴത്തിൽ ഉറങ്ങി. ഐ വാസ് റിയലി ടയേർഡ്. അതല്ലെങ്കിൽ ഐ വാസ് സോ ടയേർഡ്. നമ്മൾ നേരത്തെ റിയലി ഉപയോഗിച്ച് നമ്മൾ സോ ഉപയോഗിക്കണം. ഐ വാസ് സോ ടയേർഡ്. വല്ലാതെ മടുത്തായിരുന്നു. സോ ഐ സ്ലെപ്റ്റ് ലൈക്ക് എ ലോഗ്. സ്ലെപ്റ്റ് ലൈക്ക് എ ലോഗ് യെസ്റ്റർഡേ. ഞാൻ നന്നായി മടുത്തായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ സ്ലീപ്പെന്ന് സ്ലെപ്റ്റായി മാറി. ലൈക്ക് എ ലോഗ്, വളരെ ആഴത്തിൽ ഞാൻ ഉറങ്ങിപ്പോയി. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. രാത്രി വൈകിയും പഠിക്കാനിരിക്കുന്നതിനെ ജോലി ചെയ്യാനൊക്കെ ഇരിക്കുന്നതിനെ നമ്മളാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞത്. ഈ നൈറ്റുമായി ബന്ധപ്പെട്ട് കുറേ ഇഡിയംസ് ഉണ്ട് കേട്ടോ. നിങ്ങളിത് കുറേയൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും നമുക്ക് 1-2 സ്പീക്കിംഗ് സെൻറ്റൻസുകളും ഉണ്ടാകും ഇതേപോലെ ഒക്കെ. അപ്പോൾ നിങ്ങൾ സംസാരിച്ച് തന്നെ പഠിക്കണം. സംസാരിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രാമർ ഇങ്ങനെ കുറേ കേട്ടോണ്ടിരുന്നാൽ സംസാരിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് സെന്റൻസിൽ എവിടെയാണ് ഗ്രാമറൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ സംസാരിക്കാൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കണം എന്നുള്ളവർ സംസാരിച്ച് തന്നെ പറ്റത്തുള്ളൂ. അത് ഞാൻ എന്നും പറയണം.
അപ്പൊ എന്നെ വിളിക്കുന്നവരൊക്കെ എന്നോട് പറയും എനിക്ക് ഗ്രാമർ നന്നായിട്ട് അറിയാം, എന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഗ്രാമർ പഠിച്ചു വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് സെന്റൻസ് എന്ന് നമുക്കറിയാം. സെന്റൻസിൽ ഗ്രാമർ എങ്ങനെ അപ്ലൈ ചെയ്യണം, തെറ്റില്ലത് ഗ്രാമർ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ ഇനി സംസാരിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ സ്ത്രീകൾക്ക് എൻ്റെ ഈ നമ്പർ ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മറന്നു പോകരുത്, സ്ത്രീകൾ മടി പിടിക്കരുത്. അമ്മമാരൊക്കെ ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ വരുന്നത് കുട്ടികളൊക്കെ പുറത്തുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെ മക്കളൊക്കെ വരുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് സംസാരിക്കണം, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ആ ഒരു ഏജിലുള്ളവർ. ഇനി അതല്ലാത്തവരാണെങ്കിൽ ഓഫീസിലൊക്കെ കൂടുതൽ കൊളീഗ്സൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. അപ്പോൾ പ്രൊമോഷനൊക്കെ അത് ബുദ്ധിമുട്ടാവുകയാണ്, അങ്ങനെയൊക്കെയുണ്ട്. ഇനി മറ്റൊരു സെക്ഷൻ, ടീച്ചേഴ്സ് ആണെങ്കിൽ കുട്ടികളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല, സ്കൂള് ഉള്ളവരോടൊന്നും പറയാൻ പറ്റുന്നില്ല, അങ്ങനെ ബുദ്ധിമുട്ടുന്ന വേറൊരു സെക്ഷൻ. ഇത് ഒരുപാട് പേരുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഹൈ ലെവലിൽ ഇരിക്കുന്നവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു നാണക്കേടും അതുകൊണ്ട് വിചാരിക്കേണ്ട. എൻ്റെ നമ്പറിൽ നിങ്ങൾ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന പേഴ്സണൽ ക്ലാസ്സുകളാണ്. പേഴ്സണൽ ക്ലാസ്സുകൾ തന്നെ ഞാൻ നിങ്ങൾക്ക് തരും, അത് നിങ്ങൾ മറന്നു പോകേണ്ട. ഇനി മറ്റൊന്ന്, നമ്മൾ അടുത്ത ദിവസം തന്നെ അടുത്തൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ഏറ്റവും ബേസും മുതലുള്ള ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല, പക്ഷേ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മോർണിംഗ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ 10 പേർക്ക് അഡ്മിഷനുള്ള താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വീണ്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കേട്ടല്ലോ, നിങ്ങൾ മനസ്സിൽ കരുതി വെക്കുക. നമ്മൾ പഠിച്ച വൊക്കാബുലറി റീഡിങ്സ് ഒക്കെ ഉപയോഗിക്കുക, നന്നായി പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.